ആ കല്ലിൻ്റെ ചൂടുണ്ടല്ലോ ഒഴിക്കുന്ന നമ്മൾ ആ കല്ലിൻ്റെ ലേശം പൊട്ടിച്ചിട്ട് പിന്നെ ഒരു അടിപൊളി മോർണിംഗ് ഫുഡ് അടിപൊളി മസാല ദോശ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഉണ്ടാക്കിയത് കാണിക്കാൻ പറ്റില്ല, അടുത്ത പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ അത് കഴിക്കുന്നത് കാണിക്കാം. എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ മണം രുചി അറിയില്ല, അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു. ഇതാണ് കേസ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മസാല ദോശ. ഇത് കാപ്പിപ്പൊടിയാണ്. കാപ്പി എടുത്തപ്പോൾ കാപ്പിപ്പൊടി അറിയാതെ ഇതിൽ വീണ് പോയതാണ്. പക്ഷേ ഉണ്ടാക്കി വെച്ച മസാല ദോശ ഇതാണ്. കൂടാതെ അതിലുള്ള മസാല ഇതാണ്, എൻ്റെ ഫേവറേറ്റ് മസാല ഇതാണ്. ഇത് ചട്നിയാണ് കേട്ടോ. പിന്നെ ഇതിൽ സാമ്പാറുണ്ട്, അടിപൊളി സാമ്പാറുണ്ട്. ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. കേസ് ഞാൻ ലേശം പൊട്ടിച്ചിട്ട് എടുക്കട്ടെ കേട്ടോ. ഇതാണ് എൻ്റെ മസാല, അടിപൊളി മസാലയും കണ്ട സൂപ്പർ മസാലയാണ്. ലേശം ചട്നി കൂടി ഞാൻ കഴിച്ചു കൂട്ടെ. സൂപ്പറായിട്ട് അടിപൊളിയുണ്ട്. ഞാൻ ഉണ്ടാക്കിയ കാരണമല്ല ഞാൻ പറയുന്നത്, പക്ഷേങ്കിൽ അടിപൊളി മസാല ദോശയുണ്ട്. പക്ഷേ ഇതിൻ്റെ മസാല കൂട്ടി ഞാൻ പറഞ്ഞുതരാം. 1.5 ഗ്രാം നോക്കട്ടെ. ചെറിയ ഉള്ളിൽ രണ്ടെണ്ണം, ചെറിയൊരു സവോള, ചെറിയൊരു ഇഞ്ചി കഷ്ണം, ചെറിയൊരു വെളുത്തുള്ളി, ഇത് കൂട്ടി അരിഞ്ഞാൽ വെച്ചു പരിപ്പിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് അത് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ടു. കുറച്ച് നല്ല ചെറിയ ജീരകം കേട്ടോ, അത് കുറച്ചിട്ടു. അത് കഴിഞ്ഞ് അതൊന്ന് സെറ്റപ്പായി കടുക് പൊട്ടിയായിപ്പോൾ ഒരു ഈക്വൽ കണ്ടീഷനായിപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. ആദ്യം ഇട്ടൊന്ന് ഇളക്കി ഒന്ന് വന്നപ്പോഴേക്കും സവോള ഇട്ടു, പച്ചമുളക് ഇട്ടു, കരിവേപ്പില ഇട്ടു കേട്ടോ. അതൊന്ന് സെറ്റപ്പായി വന്നപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടു. അതൊന്ന് സെറ്റപ്പായി വന്നപ്പോൾ അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. അതൊന്ന് ഇളക്കി സെറ്റപ്പായി വന്നപ്പോൾ ഉരുളങ്ങൾക്ക് വേവിച്ച് വെച്ചില്ല, ഞാൻ ഇതിൻ്റെ ഇടയിൽ തുള്ളി കളഞ്ഞില്ല ഉരുളങ്കിൻ്റെ അത് തുടച്ചിട്ട് ഞാൻ അതിൽ ഇട്ടു. അതൊന്ന് പെരട്ടിക്ക് സെറ്റപ്പാക്കി വന്നപ്പോൾ ലേശം ചൂടുവെള്ളം വെച്ചു. ചൂടുവെള്ളം വെച്ച് അതൊന്ന് സെറ്റപ്പായി ലേശം ഒരു മൃദുല ഭാവത്തിൽ ഒരു ലോല മസാല ദോശയാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ രാവിലത്തെ അധ്വാനം കേട്ടോ. കുറച്ച് അധ്വാനം ഉണ്ട്, പക്ഷേ ഇതൊക്കെ വേണമെന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ ഇതൊക്കെ എൻ്റെ ആശകളാണ്. കാരണം എന്നെക്കാട്ടിലും നല്ല ഇതിലായിട്ട് ഞാൻ 2 ദോശ എടുത്തു, നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി ദോശയാണ് കേട്ടോ, പറയാൻ പറ്റില്ല. വലിയ മസാല ഉണ്ട് കേട്ടോ, അടിപൊളി. എനിക്ക് എന്താ പറയുക നിങ്ങളോട്, ഇത് എന്നും കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അല്ല ആശ വരുമ്പോൾ കഴിക്കുക. ഇത് ഇത്രയും കൂടെ ഇതിൻ്റെ ഉള്ളിൽ, അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ.